എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഹർഷ. 18 ടൈപ്പ് വിരുദ്ധാഹാരങ്ങളിൽ 17 നമ്മൾ കണ്ടു കഴിഞ്ഞു. 18ാമത്തെയാണ് വിധിവിരുദ്ധം. അപ്പോൾ എന്താണ് വിധിവിരുദ്ധം? ഭക്ഷണം കഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം നിയമങ്ങൾ ആയുർവേദം പറയുന്നുണ്ട്. അപ്പോൾ ഈ നിയമങ്ങൾ തെറ്റിച്ച് ചെയ്യുന്ന എന്ത് കാര്യങ്ങളും വിധിവിരുദ്ധത്തിൽ പെടുന്നു. ഉദാഹരണമായിട്ട് ഭക്ഷണം ഒത്തിരി ഫാസ്റ്റായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഒത്തിരി സ്ലോ ആയിട്ട് കഴിക്കുക, നന്നായിട്ട് ചവച്ച് ഭക്ഷണം കഴിക്കാതിരിക്കുക, ഭക്ഷണത്തിൽ ഫോക്കസ് ചെയ്ത് കഴിക്കാതിരിക്കുക, TV കണ്ടുകൊണ്ട് കഴിക്കുക, അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ഫോണിൽ നോക്കിക്കൊണ്ട് കഴിക്കുക, അതൊക്കെ ഇതിൽ പെടും. പിന്നെ പബ്ലിക്കായിട്ടിരുന്ന് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഇതൊക്കെ വിധിവിരുദ്ധത്തിൽ പെടുന്നതാണ്. ഇനി വിരുദ്ധാഹാരം പതിവായിട്ട് ശീലിക്കുന്നതുകൊണ്ട് കുറച്ചധികം ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവുന്ന ആയുർവേദം പറയുന്നു. അതിൽ പരാമർശിക്കുന്ന ചില ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഒന്ന് ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത എന്ന് പറയുന്നത്, പിന്നെ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ഇഷ്യൂസ്, അലർജി പോലുള്ള ഇഷ്യൂസ്, പിന്നെ സ്കിൻ ഇഷ്യൂസ്, സ്കിൻ ഡിസോർഡേഴ്സ്, പിന്നെ വരുന്നത് അസൈറ്റിസ്, ഫിസ്റ്റുല ഇൻ നേനോ, അനീമിയ. അപ്പോൾ ഇതൊക്കെ ഈ വിരുദ്ധാഹാരം പതിവായിട്ട് ശീലിക്കുന്നതുകൊണ്ട് വരും എന്ന് ആയുർവേദം പറയുന്നു. ഇനി രോഗം വന്നിട്ട് ചികിത്സിക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല ആയുർവേദം, രോഗം വരാതെ നോക്കുന്നതിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് ആയുർവേദം. അപ്പോൾ വേറൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.